സ്നേഹമുള്ള സഹോദരരെ, സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് യേശു 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി. അവര് പുരോഹിതനെ കാണിക്കുവാൻ വേണ്ടി, തങ്ങളെ തന്നെ കാണിക്കുവാൻ വേണ്ടി പോകുന്ന വഴി അവർക്ക് മനസ്സിലായി അവർ സുഖം പ്രാപിച്ചു എന്ന്. ആ നന്ദി സൂചകമായി ഒരുവൻ മാത്രം തിരിച്ചു വന്നു. ഈശോ എടുത്തു പറയുന്നുണ്ട്, ഞാൻ സുഖപ്പെടുത്തിയത് 10 പേരെയല്ലേ, ഈ വിജാതീയനായ ഒരുവൻ മാത്രമാണ് തിരിച്ചു വന്ന് എനിക്ക് നന്ദി പറയാൻ വന്നത്, ബാക്കി 9 പേർ എവിടെ? ഈശോ നമ്മളോടൊക്കെ പലപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമായിരിക്കാം, നമ്മൾ കേൾക്കാതെ പോകുന്നതാവാം. ഇന്നത്തെ ലേഖന വായനയിൽ നമ്മൾ കേട്ടു, സാവൂള് പൗലോസായി മാറി. ആ സാവൂള് സൈന്യാധിപനായിരുന്നു. ഗ്രീക്കിലും ഹീബ്രുവിലും അഗാധ പാണ്ഡിത്യമുള്ള വ്യക്തിയായിരുന്നു. യഹൂദനായിരിക്കെ റോമ സിറ്റിസൺഷിപ്പ് കിട്ടിയ വ്യക്തിയാണ് പൗലോസ്ലീഹ. ആ വ്യക്തി യേശുവിനെ കണ്ടുമുട്ടിയതിനു ശേഷം പൗലോസ്ലീഹ പറയുകയാണ്, എനിക്ക് സ്വന്തമായി ഒന്നുമില്ല, എല്ലാം ഞാൻ നേടിയതാണ്, എല്ലാം എനിക്ക് ദാനമായി കിട്ടിയതാണ്. ഇത്രയും അഹങ്കരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി യേശുവിനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, എനിക്ക് സ്വന്തമായി ഒന്നുമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ലേഖനത്തിൽ പറയുന്നത്, ഞാൻ എന്തായിരിക്കുന്നോ അത് ദൈവകൃപയാലാണ് എന്ന് പറയുകയാണ്. യേശുവിനെ കണ്ടുമുട്ടി കഴിയുമ്പോൾ ഈ ലോകത്തിലെ എല്ലാ സൗകര്യങ്ങളും നമ്മുടെ നേട്ടങ്ങളും എല്ലാം പൗലോസ്ലീഹയുടെ ആ അവസ്ഥയിലേക്ക് വരും. അതായത് ഇതൊന്നും ശാശ്വതമല്ല, ഇതൊക്കെ നശ്വരമാണ്, അല്ലെങ്കിൽ ഇതെല്ലാം എനിക്ക് ദാനമായി ദൈവം തന്നതാണ്. 1 വർഷം മുമ്പ് വരെ ഞാൻ എൻ്റെ ജൂബിലി ആഘോഷിക്കാൻ പദ്ധതിയില്ലായിരുന്നു. ആർപ്പാടം ഒന്നും വേണ്ട, ചെറിയ ഒരു കുർബാന ചൊല്ലി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതൊക്കെ ആയിരുന്നു എൻ്റെ പദ്ധതി. പക്ഷെ കഴിഞ്ഞ വർഷം ദൈവം എനിക്കൊരു ഉൾവിളി തന്നു. എന്തുകൊണ്ട് ഈ 25 വർഷം കാലം നീ പുരോഹിതനായിട്ടിരുന്നിട്ട് എന്തുകൊണ്ട് എനിക്ക് നന്ദി പറഞ്ഞുകൂടാ, ജൂബിലി ആഘോഷിച്ചുകൂടാ എന്നൊരു ചിന്ത എന്റെ മനസ്സിലേക്ക് ശക്തമായി വന്നു. അപ്പോഴാണ് ഞാൻ തീരുമാനിച്ചു, എന്നാൽ ജൂബിലി നടത്താം. അങ്ങനെ എൻ്റെ പഴയ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലാണ്, പഴയ ഇടവകയല്ല, അമേരിക്കയിലെ ഇടവകയില് അവർ അതിഭയങ്കരമായ ഒരു ജൂബിലി ആഘോഷമൊക്കെ നടത്തി. അത് നവംബർ 5-ാം തീയതിയായിരുന്നു. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞ 1-2 കുറെ കാര്യങ്ങൾ ഞാൻ ഇവിടെ നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് തന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അതിൽ ഏതാനും ചില കാര്യങ്ങൾ മാത്രം നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. നിങ്ങൾക്കും ഉപകരിക്കും, നമുക്ക് എല്ലാവർക്കും ഉപകരിക്കുന്നതാവാം. ഞാൻ 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എനിക്ക് ദൈവവിളി കിട്ടുക. അന്ന് പുരുഷന്മാരൊക്കെ ഈ സൈഡിലാണ് നിൽക്കുക. അപ്പം ഞാൻ ഈ ഫ്രണ്ട് റോയിൽ നിൽക്കുമ്പോൾ അന്നത്തെ വികാരിച്ചൻ ഗർവാസിസ് കണ്ടനാട്ടച്ചൻ കുർബാന ഇല്ലെന്ന സമയത്ത്, കാഴ്ചവെപ്പിന്റെ സമയത്ത് എൻ്റെ ഉള്ളിലേക്ക് ഒരു വിളി വന്നു, എനിക്ക് അച്ഛനാകണമെന്ന്. അതൊരു ശക്തമായ ഒരു ഉൾവിളിയാണ്. അപ്പൊ ഞാൻ അന്നേരം തീരുമാനിച്ചു, എനിക്ക് അച്ഛനാവണം. ആ 2-ാം ക്ലാസ്സിൽ പഠിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ ആ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അതിന് അൾത്താരബാലനായി. അതിനുവേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കും, എനിക്ക് അച്ഛനാകണം. അതാണ് എൻ്റെ ഒറ്റ ചിന്ത. അങ്ങനെ ഞാൻ സെമിനാരി ചേരുന്നവരെ അൾത്താരബാലനായി സെമിനാരി ചേർന്നു. ഞാൻ പിന്നെ അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങി പോന്നു. അതാണ് എൻ്റെ ആദ്യത്തെ ഒരു അനുഭവം, ദൈവവിളി കിട്ടിയത്. 2ാമത്തെ ഒരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2-ാം ക്ലാസ്സിൽ ഈ ദൈവവിളി കിട്ടിക്കഴിഞ്ഞ് എനിക്ക് 2-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ എനിക്കൊരു അപകടം സംഭവിച്ചു. അതായത് ഞാനും എൻ്റെ 3 ചേട്ടനും കൂടി കുളിക്കാൻ വേണ്ടി അവിടെ ഞങ്ങൾക്കൊരു കിണറുണ്ട്. ആ കിണറ്റില് വെള്ളം കോരി, പാളയ്ക്ക് വെള്ളം കോരി കുളിക്കുന്നത് മതിലൊന്നും കെട്ടാത്ത ഒരു കിണറാണ്, പഴയ കിണറാണ്. അപ്പൊ ചേട്ടൻ എനിക്ക് വെള്ളമെല്ലാം കോരി തന്നു. വെള്ളമെല്ലാം കോരി തന്നു കഴിഞ്ഞപ്പോൾ ചേട്ടൻ തോർത്തുന്ന സമയത്ത് എനിക്ക് ഇച്ചിരി കുസൃതി കൂടുതലായിരുന്നു. ഞാൻ ചേട്ടനെ കാണാതെ ഈ പാള എടുത്ത് വെള്ളത്തിലിട്ട് ഇച്ചിരി വെള്ളം കോരിയേക്കാം എന്നോർത്ത്. പക്ഷെ നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് അത്രമാത്രം ആരോഗ്യമില്ല. 2-ാം ക്ലാസ്സിലാണ്. പക്ഷെ ഞാൻ ഈ വെള്ളം നിറഞ്ഞോന്നറിയാൻ വേണ്ടി ഇങ്ങനെ വെച്ചു നോക്കി വേണ്ടി തലകുത്തി വെള്ളത്തിലേക്ക് പോയി. അങ്ങനെ വെള്ളത്തിൽ പോയി. ചേട്ടൻ അറിഞ്ഞിട്ടില്ല വെള്ളത്തിൽ പോയത്. പക്ഷെ ചേട്ടൻ തോർത്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ എന്നെ കാണാനില്ല. ഒരു നോക്കുമ്പോൾ ഞാൻ കിടച്ചില്ല, എന്റെ തല വെള്ളത്തിന് മുകളിൽ പോയി. അപ്പോൾ ഇത് ചേട്ടൻ പിന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ കുറെ കാറ് കൂടി അമ്മച്ചി ഓടി വന്നു.
അപ്പം ഇത്തരത്തിലെ ജോർജിയായിട്ട് അദ്ദേഹം ഇവിടെ വരുന്നതാണ്. അദ്ദേഹത്തിന് സുഖമില്ലാത്ത ഹോസ്പിറ്റലാണ്. അദ്ദേഹമാണ് വെള്ളത്തിൽ ചാടി എന്നെ എടുത്ത് അദ്ദേഹത്തിന്റെ തുടയിൽ വെച്ച് ഇവിടെ കയർ വീട്ട് കൊടുത്ത് 1-2 മിനിറ്റ് ഇത് ഞാൻ വെള്ളത്തിൽ കിടന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആ വെള്ളത്തിൽ കിടന്നപ്പോൾ ഞാൻ കണ്ടത് എന്റെ വലതുവശത്ത് ഒരു മാലാഖ എന്നെ ഉയർത്തിപ്പിടിക്കുകയാണ്. ഞാൻ വെള്ളം കുടിക്കുന്നൊന്നുമില്ല. എന്റെ ഇടതുവശത്ത് ഒരു പാമ്പ് എന്നെ പിടിച്ച് വലിച്ചു താർക്കുകയാണ്. അത് തിന്മയുടെ ശക്തിയായിരുന്നു. അപ്പൊ ഇത് ആ മാലാഖയുടെ മുഖം എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നീട് കുറെ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് വേറെ ഒരു അനുഭവത്തിൽ മനസ്സിലാക്കി തന്നു. എന്റെ ഒരു 7 പെങ്ങന്മാർ, ഒരു പെങ്ങള് ചെറുപ്പത്തിൽ 6 വയസ്സുള്ളപ്പോൾ മരിച്ചുപോയി. ആ പെങ്ങളാണെന്ന് എനിക്ക് ദൈവം കാണിച്ചു തന്ന വേറൊരു വലിയ സംഭവം ഉണ്ടായി. അപ്പൊ നമ്മുടെ ആ കൊച്ച്, ഞാൻ പല പ്രാവശ്യം അച്ഛനായിരിക്കുമ്പോഴും സെമിനാരി പഠിക്കുമ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാണ് ദൈവം എന്റെ ആ ഒരു പെങ്ങളെ വിളിച്ചത്. വീട്ടിലെപ്പോഴും പറയാറുണ്ട്, ഡോളിപ്പിക്ക് എന്നാണ് ആ കൊച്ചിന്റെ പേര്, എന്തിനാണ് ആ കൊച്ചിനെ വിളിച്ചതെന്ന് പല പ്രാവശ്യം ചോദിക്കുമായിരുന്നു. ഞാൻ എന്നോട് തന്നെ ഈശോയോട് ചോദിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ദിവസം എനിക്കതൊരു ദർശനത്തിലെ കാണിച്ചു തന്നു. ഈ കുഞ്ഞിനെ കാണിച്ചു തന്നു, ഇത് ഡോളിപ്പിക്കാണ് എന്ന് എക്സാം മരിച്ചു കഴിഞ്ഞപ്പോഴാണ് കാണിച്ചത്. അപ്പൊ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ പോകുന്നത് എന്നെ സംരക്ഷിക്കാൻ വേണ്ടി എന്റെ പെങ്ങളെ തന്നെ നേരത്തെ ദൈവം വിളിച്ചു. അതാണ് അത് അത്രമാത്രം ദൈവത്തിന്റെ പദ്ധതിയാണ് ഓരോരുത്തരെ കുറിച്ച്. അതുകൊണ്ടാണ് ഏശയ്യാ പ്രവാചകൻ പറയുന്നത്, നിന്റെ പേര് ഞാൻ ഉള്ളവയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, നിന്നെ ഞാൻ ഉള്ളവയിൽ സംരക്ഷിക്കുന്നു പറഞ്ഞതാണ്. നമുക്കത് പിന്നെയും പിടികിട്ടുകയുള്ളൂ. നമ്മളെപ്പോഴും ഓർക്കുന്നത് എന്തിനാണ് ദൈവം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. മൂന്നാമത്തെ എന്റെ ഒരു അനുഭവം, ഞാൻ സെമിനാരി പഠിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു, അച്ഛനായി പട്ടം കിട്ടുമ്പോൾ എനിക്ക് വലിയൊരു അഭിഷേകം കിട്ടും, ഈ കുദാശകളൊക്കെ പരികർമ്മം ചെയ്യാൻ നല്ല ശക്തിയും നല്ല അനുഭവവും ഇതൊക്കെ കിട്ടും എന്നൊക്കെ ഓർത്ത് ഞാൻ അങ്ങനെ ഒരുങ്ങി പ്രാർത്ഥിച്ചു. പട്ടം കിട്ടി. ഇവിടെ ചേർന്ന പട്ടം 2 വർഷം കഴിഞ്ഞിട്ടും യാതൊരു അനുഭവമില്ല. ഭയങ്കര കുർബാനയില്ലെന്നതൊക്കെ ഭയങ്കര ബോറിംഗ് ആയിരുന്നു. അപ്പൊ കുദാശ പരികർമ്മം ചെയ്യുന്ന കാര്യം ഇതെല്ലാം എനിക്ക് ഭയങ്കര ഒരു ബേർഡനായിട്ട് മാറുകയാണ്. അപ്പൊ ഒന്നിനൊന്നിനൊന്നിന് ബേർഡനായി. ഞാൻ അത് കഴിഞ്ഞ് വേറൊരു 3-ാമത്തെ വർഷം ഞാൻ തീരുമാനിച്ചു, എനിക്കിതിങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റിയല്ല, ഈ രീതിയിൽ മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയൊന്നും അല്ല എന്ന് എന്റെ ഉള്ളിൽ തന്നെ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഈശോയോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയല്ല. അപ്പൊ എനിക്കൊരു പ്രത്യേക സാഹചര്യത്തില്ല, അതൊക്കെ വേറെ സ്റ്റോറിയാണ്. എനിക്ക് ഒരു ധ്യാനം കൂടാൻ ഞാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ പുറത്തുപോയി ധ്യാനിക്കാൻ പോയി. അവിടെ വിളിച്ചു. അവിടെ 200 അൽമാരുണ്ടായിരുന്നു. ഞങ്ങൾ 12 അച്ഛന്മാരുണ്ട്. ഞാനവിടെ ആദ്യമായിട്ടാണ് പുറത്ത് ധ്യാനം കൂടാൻ പോകുന്നത്. ധ്യാനം കൂടി കഴിഞ്ഞ 5 ദിവസം ധ്യാനം കഴിഞ്ഞപ്പോൾ എനിക്ക് യാതൊരു അനുഭവം ഉണ്ടായില്ല. അവിടെ എല്ലാവരും വലിയ സന്തോഷമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി സ്ഥലം കിട്ടും. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഇച്ചിരി ഉച്ചയായി, ഇച്ചിരി ഭക്ഷണം കഴിച്ചേക്കാൻ പറഞ്ഞത് കോളിയിൽ ഭക്ഷണ റൂമിൽ കയറിയപ്പോൾ അവിടെ ഒരു ചേട്ടൻ ഇരിക്കുന്നത് എന്നെ കണ്ടിച്ചിരിക്കുക. ഒരു ചേട്ടൻ മാത്രമേ ഇരിപ്പുള്ളൂ, ചുമ്മാ ചിരിക്കുക എന്നെ കണ്ട്. ഞാൻ ആ ഭക്ഷണം എനിക്കെന്തോ ഭീതി തോന്നിയില്ല. ഞാൻ ആ ഭക്ഷണം ഇട്ടിട്ട് ഇറങ്ങി സ്ഥലം വിട്ടു. എൻ്റെ പെട്ടി തുണിയൊക്കെ എടുത്ത് പെട്ടിക്കാത്ത സ്ഥലം വിട്ടു. ഞാൻ പേരാമ്പ്ര ബസ് സ്റ്റാൻഡിൽ നിൽക്കും. ഈ ചേട്ടൻ പുറകെ വന്ന് വീണ്ടും എന്നെ പുറകെ ഇങ്ങനെ ടച്ച് ചെയ്തു. ഞാൻ ഈ ചേട്ടനെ വിടാതെ പിന്തിരുവാണ്. ഞാൻ എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ പോകുന്നു. അങ്ങനെ എങ്ങനെയാണെങ്കിലും ബസ്സിൽ കയറി ബസ്സിൽ ഇരുന്നപ്പോൾ ഈ ചേട്ടൻ എന്നെ പിടിച്ചു വലിച്ച് അച്ഛൻ ഇരിക്കുകയും ഞാൻ ഷർട്ടായിട്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ വിളി നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹത്തെ ഓടിയിരുന്നു. അപ്പൊ അദ്ദേഹം എന്നോട് പറയാൻ തുടങ്ങി. ഞാൻ ചേട്ടത്തിനാണ് എന്നെ കാണുമ്പോൾ മാത്രം ചിരിക്കുന്നത്, ചുമ്മാ ചിരിക്കുക. അപ്പൊ ഞാൻ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അച്ഛനോട് കാര്യം പറയാനുണ്ട് അച്ഛാ, അതുകൊണ്ടാണ് ഞാൻ ചിരിക്കുന്നത്. അച്ഛൻ ഓടിക്കൊണ്ടിരിക്കുക, അതുകൊണ്ട് ഞാൻ ചിരിക്കുന്നത്. അന്ന് എന്താന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ ഫാമിലിയിലെ കുറെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഒരു അപകടം ഉണ്ടായി. ഈ അപകടത്തിൽപ്പെട്ട് അദ്ദേഹം ആ സ്ത്രീയുടെ ഒരു വശം കൊണ്ട് തളർന്നുപോയി. അത് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ട് അതിനെ ഉപേക്ഷിച്ചിരിക്കുന്നത്. പക്ഷെ അന്ന് രാത്രി ഈശോ പ്രത്യക്ഷപ്പെട്ട് ആ സ്ത്രീയുടെ തളർന്നുപോയ വശം മുഴുവനും സൗഖ്യപ്പെടുത്തി. അത് അങ്ങനെ ആ കുടുംബം മുഴുവൻ രക്ഷപ്പെടുകയാണ്. അപ്പൊ ആ സ്റ്റോറി മുഴുവൻ 1 മണിക്കൂർ കൊണ്ട് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ കോഴിക്കോട് എത്തിയപ്പോ ഞാൻ അവിടെ എന്റെ ദൈവമേ, ഞാനൊരു അച്ഛനാണ്. ഈ മനുഷ്യനെ എല്ലാം നഷ്ടപ്പെട്ടു. 4 പിള്ളേരുമുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് ആ വിശ്വാസത്തിന്റെ ഒരു ദൃഢത, എന്തൊരു വിശ്വാസമാണ്. ഞാനൊരു അച്ഛനായിട്ട് ഞാൻ ഇങ്ങനെ കിടന്ന് ചഞ്ചലപ്പെടുന്നത് എന്താണ് എന്നൊക്കെ ഓർത്ത് ഞാൻ പിന്നെ ഭക്ഷണം കഴിക്കാനൊന്നും പോയില്ല. ഞാൻ പെട്ടെന്ന് കോഴിക്കോട് തൃശ്ശൂർ ബസ് കയറി. ആ ബസ് കയറി പോരുന്ന വഴിക്ക് ഞാൻ ഓർത്ത് കൊന്ത ചെല്ലണം. ഞാനൊന്ന് ഹമ്പിളായി. അങ്ങനെ കൊന്ത ചെല്ലണം ഓർത്ത് അങ്ങനെ കൊന്ത ചെല്ലിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വന്ന് എന്റെ മേലെ പരിശുദ്ധാത്മാവ് വരിക. ഞാൻ വിചാരിച്ചു ഞാൻ പറന്നു പോയി വണ്ടിക്കകത്തുനിന്ന്. ഞാൻ മുമ്പിലത്തെ 2 സീറ്റുകൾ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുക. എന്റെ കണ്ണ് 2 നിറം വീഴിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്റെ അടുത്തിരിക്കുന്ന ചേട്ടൻ ചോദിച്ചാൽ പറയണേ, എന്റെ കണ്ണിൽ കാറ്റടിച്ചിട്ടാന്ന് പറയണമെന്നൊക്കെ ഓർത്ത് കൂടി.
അപ്പൊ ഒരു തൂവലിന്റെ അവസ്ഥയിലേക്ക് ഞാൻ വരികയാണ്. അപ്പൊ എന്റെ ഭാരമെല്ലാം പോയി, എന്റെ അസ്വസ്ഥകളെല്ലാം പോയി, ഞാനൊരു വല്ലാത്തൊരു അവസ്ഥ. അപ്പൊ എനിക്കറിയാം ഇത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്, ഇതിനാണ് ഞാൻ വന്നത്. അങ്ങനെ അപ്പൊ ഞാൻ ഈശോയോട് പറഞ്ഞു, ഇത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണെങ്കിൽ എനിക്ക് അടയാളം തരണം. അതായത് ഞങ്ങൾ ആ തൃശ്ശൂരിൽ നിന്ന് ഞാൻ കോഴിക്കോടിന് പോകുന്ന വഴിക്ക് അവർ വലിയ പാലം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പാലത്തിന്റെ അവിടെ വരുമ്പോൾ ഈ ബസ് ഇങ്ങനെ താന്നിറങ്ങി കയറി പോകും. അപ്പൊ അവിടെ വരുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കണ്ണടച്ചിരിക്കാൻ പോവാണ്, ഞാൻ അവിടെ വരുമ്പോൾ നീ എന്നെ വിളിച്ചു നടത്തിയാൽ ഇത് ഞാൻ വിശ്വസിക്കാനുള്ള തീരുമാനിച്ചു. അപ്പൊ ഞാൻ അങ്ങനെ കണ്ണടച്ചിരുന്ന് ആ കറക്റ്റ് സ്ഥലത്ത് വരുമ്പോൾ എന്നെ ഒറ്റ വിളി, ജോഡി ഒറ്റ വിളി. ഞാൻ ആ സ്വരം കേട്ട് ചാടി ആ കറക്റ്റ് സ്ഥലമാണ്. അന്ന് മുതലാണ് ഞാൻ പിന്നെ ധ്യാനിപ്പിക്കാൻ തുടങ്ങുന്നത്. അതുവരെ ഞാൻ ഒരു 5 മിനിറ്റ് നേരം പ്രസംഗിക്കണമെങ്കിൽ പേപ്പറിൽ എഴുതി പഠിച്ച് ഞാൻ വന്ന് പള്ളി പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പിന്നെ 1-2 മണിക്കൂർ എനിക്ക് വചനം പറയുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. പേപ്പറും വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് ദൈവം അന്നുകൊണ്ട് ഇന്നേ വരെ എനിക്കൊരു ബുദ്ധിമുട്ട് വരുത്തിയിട്ടില്ല. ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്, ഒരു ചേഞ്ചാണ്, ഒരു വ്യക്തി. അത് എനിക്ക് മുമ്പ് എനിക്കറിയാതെ ഇത് കിട്ടണം, ഇത് കിട്ടിയാലേ ഇത് രക്ഷപ്പെടുകയുള്ളൂ എനിക്കറിയാം. അതുപോലെ സാത്താൻ എന്നെ വല്ലാതെ അറ്റാക്ക് ചെയ്യാറുണ്ട്. ഞാൻ ഉറങ്ങാൻ വരെ പേടിച്ചിട്ടുണ്ട് രാത്രിക്ക് പല പ്രാവശ്യം. അച്ഛനെ ഇരിക്കുമ്പോൾ പോലും ഓർന്ന് പോകണം. അപ്പോൾ അച്ഛന്റെ അവസ്ഥ ഞാൻ ഓർന്ന് പോകണം. കണ്ണടയ്ക്കുമ്പോൾ സാധാരണ വന്ന് എന്നെ അറ്റാക്ക് ചെയ്യാം, ഞാൻ ചാടി കഴിക്കും. അപ്പൊ ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കഴിഞ്ഞിട്ട് അവൻ എന്റെ നേരെ തിരിഞ്ഞു നോക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അവൻ എന്നെ കാണുമ്പോൾ ഓടുക, ആ രീതിയിലായി. അതാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അത് ഈശോ എനിക്ക് തന്നു. അതങ്ങനെ സംഭവിച്ചു. പിന്നെ ഒരു അനുഭവം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തിക്കോളാം. അതായത് ഞാൻ ലൂർദ് പള്ളിയിൽ ഇരിക്കുമ്പോൾ, ഇപ്പൊ ലൂർദ് മൗണ്ടിൽ ഒത്തിരി പേര് വന്നിട്ടുണ്ട് എൻ്റെ ആൾക്കാർ. ഞാൻ അവരെ ഇടവയിൽ നിന്ന് മാത്രം ആളെ വിളിച്ചിട്ടുള്ളൂ. അപ്പം പള്ളി പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഉൾവിളി കിട്ടി പള്ളി പണിയുന്നതാണ്. അപ്പൊ അത് എന്റെ പൈസയൊന്നും ഇല്ല പള്ളി പണിയാനായിട്ട്. ഈശോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, രാവിലെ മുതൽ തുടങ്ങാണ് പള്ളി പണി. ഞാൻ പറയും, ഈശോ എന്റെ കാശില്ല, പള്ളി പണി. എങ്ങനെയാണ് പള്ളി പണി എന്ന് ഈ ആൾക്കാർ ചുമ്മാ കാശ് കൊണ്ട് തരാൻ തുടങ്ങി. ഞാൻ ആരും ചോദിച്ചിട്ടൊന്നുമില്ല, അത് വേറെ കൃഷ്ണൻ. ഈ പള്ളിപ്പണി പൂർത്തിയാകാനായപ്പോഴത്തേക്കും ഈ ആൾക്കാരുടെ പുറകില് തൂങ്ങപ്പെട്ട രൂപം വെക്കണോ, ഉത്താനം ചെയ്ത ഈശോയുടെ രൂപം വെക്കണോ. അപ്പൊ എനിക്കൊരു ആഗ്രഹമുണ്ട്, ഈശോ ഉത്താനം ചെയ്തല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് ഈശോയുടെ ഉത്താനത്തിന്റെ രൂപം വെച്ചുകൂടാ? അതെന്റെ ഒരു ആഗ്രഹമാണ്. അപ്പൊ ഞാനത് നമ്മുടെ കല്യാണക്കാരൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ട്, അതാവേ ഞാൻ ഏതാ രൂപം വെക്കണ്ടേ? അപ്പൊ എന്റെ പ്രൊഫസറാണ്, എന്നെ അറിയാം, അച്ഛൻ ഇഷ്ടമുള്ളത് വെച്ചോളാം. തിരിച്ചു പോയത് വഴി ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു, ഈശോ എനിക്ക് ഉത്തരം തരണം. പിതാവ് എനിക്ക് ഉത്തരം തന്നില്ല, ഞാൻ ഏത് രൂപ വെക്കേണ്ടത്? ഇതൊരു പള്ളിയാണ്, നീ പറഞ്ഞു പഠിപ്പിക്കുന്ന പള്ളിയാണ്, അതുകൊണ്ട് എനിക്കൊരു ഉത്തരം തരണം എന്ന് പറയും. ശനിയാഴ്ചയാണ് ഈ സംഭവം. ഞാൻ വണ്ടി ഓടിച്ച് പോരുന്ന വഴിക്കൊക്കെ ഈശോനെ പറഞ്ഞിട്ടിരിക്കും. പള്ളി വന്നു, ഞായറാഴ്ച രാവിലെ പള്ളി വെക്കുന്ന കുർബാന ഇരിക്കൊണ്ടിരിക്കുക. അപ്പൊ ആൾക്കാരെല്ലാം എന്റെ ഫ്രണ്ടിൽ നിൽക്കുക, അതിനകത്ത് നിന്നവരെല്ലാം പല രീതിയിലുണ്ട്. അപ്പൊ അങ്ങനെ ഈ സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായിട്ടുള്ള പ്രാർത്ഥന, അത് കൈവിരിച്ചെന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ കൈവിരിക്കാൻ പ്രാർത്ഥന കാണാതെ അറിയാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശോ എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. വെളുത്ത കാസൊക്കെ, ഒരു റെഡ് ഷോൾഡറിൽ നിൽക്കുക. നമ്മൾ ഈ കാണുന്ന അതേ ഈശോയുടെ മുഖം. അത് എന്നോട് ഈശോ പറയാണ്, ഞാനിങ്ങനെ നോക്കി നിൽക്കുന്നു. ഈശോനോട് പറയാണ്, എന്റെ ഈ ഇമേജ് ആണ് നീ പുറകിൽ പണ്ട് വെക്കേണ്ടത്, ഈ എന്നെ കാണുന്നത് പോലെ. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇതെന്താണ് കുർബാന സമയത്ത് ഇങ്ങനെ, ഇത് നേരാണോ? സൈക്കോളജി ഒക്കെ പഠിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, മനസ്സിന്റെ ആഗ്രഹം ഉണ്ടെങ്കിൽ പുറത്തു വരും, അതായിരിക്കും എന്നോട് ഞാൻ ഈശോയോട് പറഞ്ഞു, ഇത് റിയൽ അപ്ലിക്കേഷൻ ആണെങ്കിൽ എനിക്ക് ഒന്നുകൂടെ കാണണം എന്ന് പറഞ്ഞു. അപ്പം പിറ്റേ ദിവസം രാവിലെ ഇവിടെ SHക്കാർ ഇരിപ്പുണ്ട്, അവരുടെ വലിയ മഠത്തിലാണ് തിങ്കളാഴ്ച രാവിലെ കുർബാന. ഞാനത് കുർബാന എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അതേ പ്രാർത്ഥനയുടെ സമയത്ത് ഈശോ അതുപോലെ പ്രത്യക്ഷപ്പെട്ടു. അതായത് കുഞ്ഞിന്റെ മുമ്പിൽ അപ്പൻ ചാടി പിടിക്കുന്ന കൊച്ചിന്റെ മുമ്പിൽ അപ്പം നിൽക്കുന്ന പോലെ വീണ്ടും യാതൊരു ഭാവവ്യത്യാസം ഇല്ലാതെ വന്നിട്ട് ഇതുപോലെ വന്നിട്ട് എന്ന് പറയാണ്, ഈ ഇമേജ് തന്നെ ആ ആൾക്കാർക്ക് കൂടി പങ്കുവെക്കാൻ പറ്റും. അങ്ങനെയാണ് ആ ആൾക്കാരുടെ പുറകിൽ ഞാൻ ആ സ്റ്റാച്ചു അവിടെ അത് പണിത് വേറെ ഹിസ്റ്ററിയാണ്. അത് ഞാൻ കണ്ട ഈശോയെയാണ് അവിടെ പണിത് വെച്ചിരിക്കുന്നത്. അത് ഈശോ തന്നെ എനിക്ക് ആ ഒരു ചേട്ടനിലൂടെ ആ പിക്ചർ കൊണ്ട് തരികയും ചെയ്തു. ഞാൻ ഒരുപാട് സ്ഥലത്ത് ആ പിക്ചർ തന്നിട്ട് പോയി, ഇത് പണിയുന്ന ആൾക്ക് ഇത് കൊടുക്കണ്ടേ. അപ്പൊ ഇതാണ് എന്റെ ജീവിതത്തിൽ ഉള്ള കുറെ അനുഭവങ്ങളിൽ ഏതാനും ചെറിയ അനുഭവങ്ങൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ദൈവത്തോട് കൂടെ നിൽക്കുക, ഈശോയോട് നിങ്ങൾ ഉത്തരം ചോദിക്കുക. നിങ്ങൾ എന്തിനു പോയാലും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ വിടുമ്പോൾ, നിങ്ങൾ പള്ളി പണിയാൻ പോയാലും, വീട് പണിയാൻ പോയാലും, ചുമ്മാ എന്തിനു പോയാലും, ചുമ്മാ പന്ത് കളിക്കാൻ പോയാലും ഈശോയോട് പറഞ്ഞിട്ട് പോവുക. ഞാൻ എന്ത് കാര്യത്തിന് പോയാലും
അത് ഈശോയോട് പറഞ്ഞിട്ടേ പോകും. ഈശോയെ ഇത് ഇന്ന് പറയേണ്ട ആവശ്യമില്ല, പോകുന്ന വഴി പറയാം. ഈശോ ഞാൻ ഇതിന്റെ കാര്യത്തിൽ പോവാ കേട്ടോ, അവിടെ നമുക്ക് ആളെ കൊണ്ടത്തരും. അതുകൊണ്ടാണ് പറയുന്നത്, ഞാനിപ്പോ വർക്ക് ചെയ്യുന്നൊരു വലിയ ഇടവകയിലാണ്. എന്റെ കഴിവൊന്നുമല്ല, നമുക്ക് അവര് നൂറെ നിൽക്കുകയാണ് അവരെല്ലാവരും. അതെല്ലാം വലിയ ഹൈ ലെവൽ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാരാണ്. നമുക്കൊന്നും അറിയില്ല. ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, ഈശോയുടെ ആളെ കൊണ്ട് തരികയാണ്. അവരോടൊക്കെ ഈ കഥ ഞാൻ പറഞ്ഞു, അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റിയില്ല. അവർ ഭയങ്കര അതിശയപ്പെട്ടു. ഈ കഥകളോട് ഞാൻ അവരോട് പറഞ്ഞു, ഭാഷ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവർ പറഞ്ഞു അത് ഒരു വലിയ അനുഭവമായിരുന്നു അവർക്കത്. എന്റെ ജൂബിലി കുർബാനയ്ക്ക് ഞാനത് അവരോട് പറഞ്ഞു. പള്ളി നിറയെ ആളും ഈ ആ പള്ളിയുടെ ഒരു വിങ്ങിന്റെ സൈസ് ഈ പള്ളിയുള്ളൂ. അതിന് 3 വിങ്ങുണ്ട് നിറഞ്ഞ് നിൽക്കുന്നത്. അത് നിറയെ ആളുകൾ, 5 കുർബാനയുണ്ട്, നിറയെ ആളുകൾ. അവരുടെ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും എന്നോട് പ്രാർത്ഥിക്കും. അവരൊക്കെ അടിയുറച്ച വിശ്വാസമാണ്. അപ്പൊ അവരോടൊക്കെ ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അവരുടെയൊക്കെ കണ്ണൊക്കെ നിറയുകയും അവരുടെ മുഖം പ്രകാശിക്കാൻ കാണാനായിട്ട് സാധിക്കും. അപ്പൊ അത് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ഈശോയോട് ചേർന്ന് നിൽക്കുക. നിങ്ങൾ വേറെ ആരുടെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല, വേറെ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. ഈശോയോട് പറയുക, ഈശോ എനിക്കിത് വേണം. നിങ്ങൾ ഓർക്കരുത് ഞാൻ പാപിയാണ്, എനിക്ക് കുറവുകളുണ്ട്. ഓക്കെ, അതെല്ലാം ഈശോയ്ക്ക് അറിയാം. ആ കുറവുകളോട് കൂടി ഈശോയോട് പറയുക, ഈശോയെ എന്റെ അപ്പന് സുഖമില്ല, എന്റെ കൊച്ചിന് സുഖമില്ല, എന്റെ മകന് ആർക്ക് എന്ത് കാര്യത്തിനാണെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ആ അനുഭവം നേരി കാണാൻ സാധിക്കും. ഞാൻ ഉറപ്പ് തരുന്നു. എന്നെ ശ്രമിച്ചാൽ നിങ്ങൾ എല്ലാവർക്കും നന്ദി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും